നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മതങ്ങൾ പഠിപ്പിക്കുന്നത് സാഹോദര്യം. സ്വാമി പ്രേമാനന്ദ, തിരൂർ. സർവ്വമതങ്ങളും പഠിപ്പിക്കുന്നത് സാഹോദര്യത്തിന്റെ സന്ദേശമാണെന്നും അത് എല്ലാവരും ജീവിതത്തിൽ പകർത്തണമെന്നും ശിവഗിരി മഠം സന്യാസി സ്വാമി പ്രേമാനന്ദ പറഞ്ഞു. രാമദാസ് കതിരൂർ രചിച്ച രാമായണത്തിലെ ഊർമിള ഒരു സ്വതന്ത്ര വായന എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ തുഞ്ചമ്പറമ്പിൽ വെച്ച് നടന്ന പ്രകാശന ചടങ്ങിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ പുസ്തകം ഏറ്റുവാങ്ങി. PKK തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജിത T, കൗൺസിലർമാരായ സീനത്ത് IP, റംല മുസ്തഫ, പ്രൊഫസർ KV സുധ, അഡ്വക്കേറ്റ് അജയൻ വടക്കയിൽ, ഷെമിൻ ഇഞ്ചിക്കൽ, അഖിലേഷ് വടക്കുംപാട്ട്, റജുല എന്നിവർ പ്രസംഗിച്ചു. രാമദാസ് കതിരൂർ പുസ്തക പരിചയം നടത്തി. മോഹൻദാസ് പാറാൽ സ്വാഗതം പറഞ്ഞു. മലയാള മണ്ണിൻ്റെ ദുരന്തത്തിൽ, ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിൽ പെട്ട് ജീവൻ ഹോമിക്കേണ്ടി വന്ന നമ്മുടെ കൂടപ്പിറപ്പുകളെ മുമ്പിൽ ഒരു മിനിറ്റ് മൗനമാചരിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി വയ്ക്കാം. നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. വളരെ മഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചത്. ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ളത്. എന്നാൽ ആ പുസ്തകത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പേര് തന്നെ രാമായണത്തിലെ ഊർമിള ഒരു സ്വതന്ത്ര വായന എന്നുള്ളതാണ്. അപ്പോൾ ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും ചെറുതായി എൻ്റെ കണ്ണോടിച്ചിട്ടുള്ളൂ. ഒരു വ്യത്യസ്തമായ വായനയിലേക്കാണ് ഈ പുസ്തകം നമ്മളെ അനുവാചകരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പുസ്തകം നമ്മൾ പ്രകാശനം ചെയ്യുന്നതോടുകൂടി എനിക്കുറപ്പാണ് അത് വായനക്കാർ ഏറ്റെടുക്കും. മലയാള സാഹിത്യത്തിൻ്റെ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മേൽപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയും സമകാലികനായി പ്രവർത്തിച്ച് മേൽപ്പത്തൂരിന് പോലും നാരായണീയം രചിക്കുന്നതിന് പ്രചോദനമേകിയ മഹത്തായ പുണ്യാത്മാവായ രാമാനുജൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ദിവ്യമായ സ്മരണകൾ നിൽക്കുന്ന പുണ്യ ഭൂമിയിലാണ് തിരൂർ മുനിസിപ്പാലിറ്റിയും തിരൂർ പ്രദേശവും നമ്മുടെ വളരെ കൃത്യമായ നിലയിൽ നമുക്ക് ധാർമ്മിക ചൈതന്യം നിറഞ്ഞുകൊണ്ട് തരുന്നത്. മഹത്തായ രാമായണത്തിൻ്റെ മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ അധ്യാത്മരാമായണം എന്ന പേരിൽ എഴുത്തച്ഛൻ എഴുതി കേക, കാകളി, കളകാഞ്ചി എന്നീ വൃത്തങ്ങളിൽ 24,000-ൽ പരം ശ്ലോകങ്ങളോടുകൂടി ഒരു കുടുംബം എങ്ങനെ ജീവിക്കണം, ഒരു രാഷ്ട്രം എങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകണം, പ്രജാക്ഷേമ തൽപരത, വിശ്വസാഹോദര്യം, സർവധർമ്മ സമന്വയം തുടങ്ങിയായിട്ടുള്ള സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും അനുഷ്ഠിക്കുന്ന രീതിയിലുള്ള മഹത്തായ ഗ്രന്ഥം വാൽമീകി മഹർഷി അനുഷ്ടുപ്പ് വൃത്തത്തിൽ അത് സംസ്കൃത ഭാഷയിൽ രചിക്കുകയും ഭാരതത്തിലുള്ള ഒത്തിരി പ്രാദേശിക ഭാഷകളിലേക്ക് പലരും ട്രാൻസ്ലേഷൻ ചെയ്യുകയും ഇന്തോനേഷ്യയിൽ മുസ്ലിം സമുദായം വളരെ കൃത്യമായ രീതിയിൽ തുളസീദാസ രാമായണം പാരായണം ചെയ്യുന്ന വലിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇംഗ്ലീഷ്, സ്പാനിഷ്, സ്കോട്ടിഷ് തുടങ്ങിയായിട്ടുള്ള ഭാഷകളിലേക്കെല്ലാം മലയാള സംസ്കൃതത്തിലുള്ള വാൽമീകി മഹർഷിയുടെ ഈ ഗ്രന്ഥം ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വസാഹോദര്യമാണ് അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. സന്തോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. രാമശബ്ദത്തിനും രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഈ തുഞ്ചൻ പറമ്പിൽ വെച്ച് നമുക്കൊരു തീരുമാനം, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആ ഒരു 4 വരി നമ്മൾക്ക് അധ്യാത്മ രാമായണത്തിൽ നിന്നും ഇനി മാറ്റി തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യൻ ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടായിരുന്നു
അത് അതിൽ ചേർത്തത്. ഇനി നമ്മൾക്കത് ഇല്ലാതെ വരണം. അതായത് നമുക്ക് ഈ തുഞ്ചൻ പറമ്പിൻ്റെ ആ തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ ആ ഒരു, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വന്നായിട്ടുള്ള, അതായത് യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞുകൊണ്ടല്ല തുഞ്ചത്തെ എഴുത്തച്ഛൻ അത് എഴുതിയത്. അത് നമുക്ക് ഇനി ഒരു തിരുത്തൽ ഉണ്ടാക്കി എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരുടെയും ചരണാംബുജങ്ങളിലല്ല, ദൈവത്തിൻ്റെ ചരണാംബുജങ്ങളിലാണ് നമ്മുടെ എല്ലാം വേണ്ടത് എന്നുള്ളതാണ് ഇത്. ഇനി നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്, നമുക്ക് ആർക്കും മനുഷ്യരുടെ ഇടയിൽ ഒരു തരത്തിൽ അയിത്തം വരരുത് എന്നുള്ളത് വലിയൊരു ഇതാണ്. ഹിന്ദു സംസ്കാരത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ ഹൈന്ദവ സമൂഹം മുഴുവനും തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തരത്തിലും ഇനി ഒരു പറയനായാലും ബ്രാഹ്മണനായാലും തുല്യമാണ് എന്നുള്ളത്. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ, ജാതി നിർണയം എന്ന കൃതിയിൽ പറഞ്ഞ പോലെ എല്ലാം അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന പോലെ ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ എന്നുള്ള ഗുരു ജാതി നിർണയത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് മനുഷ്യത്വം മാത്രമാണ് ജാതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു തരത്തിലും വിവേചനം ഇല്ലാത്ത നല്ലൊരു ഹിന്ദു സമൂഹത്തെയും നല്ലൊരു ക്രൈസ്തവ സമൂഹത്തെയും നല്ലൊരു ഇസ്ലാമിക സമൂഹത്തെയും വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ജഗന്നാഥനോട്, അള്ളാഹുവിനോട്, കർത്താവിനോട്, ഈശോ മിശിഹായോട് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. എഴുത്തച്ഛൻ്റെ നല്ലൊരു പ്രതിമ എഴുത്തച്ഛൻ്റെ സങ്കല്പത്തിലുള്ള ചിത്രമുണ്ട്, നല്ലൊരു സാത്വികത നിറഞ്ഞ ചിത്രം. ആ ചിത്രമെങ്കിലും നമുക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് ഈ തുഞ്ചൻ ഈ സ്മാരകത്തിൽ വയ്ക്കുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന, അല്ലെങ്കിൽ എല്ലാവരുടെയും ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്തരുത് എന്ന ഒരു ബോധത്തോടു കൂടി എല്ലാ മതങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ എല്ലാ മനുഷ്യ ജീവജാലങ്ങൾക്കും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഇനിയുള്ള കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഗീയ വിഷവിത്തുകൾ പകർന്ന പലതരത്തിലുള്ള സംസ്കാരങ്ങൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങൾ നിറഞ്ഞ സംസ്കാരം ജനങ്ങളെ പഠിപ്പിക്കാനും എല്ലാ മനുഷ്യരെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കാനും എല്ലാവരും ഒന്നിച്ച് വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്താതെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ നാടാകുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ കീഴിൽ കണ്ണൂരിൽ നിന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഒരു ധന്യമായ നിമിഷമാണ്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. ഈ നമ്മുടെ കഥാകൃത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരിടും. ആ സന്തോഷം അതേപോലെ തന്നെ ഞാനും പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ച വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് തന്നെ വലിയ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. അപ്പോൾ ഊർമിള എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മലയാള സെക്കൻഡിൽ നമ്മളൊരു വിഷയം തന്നെ ഊർമിള എന്നായിരുന്നു. അപ്പോൾ പത്നി, നമുക്കറിയാലോ, വിരഹവേദന അനുഭവിക്കുന്ന ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള ദേവിയെ കുറിച്ചുള്ള ആ ഒരു പുസ്തകം ഇന്നും എൻ്റെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. എന്താ വായിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഭർത്താക്കന്മാരുടെ കൂടെ നമ്മൾ 14 വർഷം 15 വർഷമൊക്കെ കൂടെ കാട്ടിൽ നടന്നാലും അതൊരു സന്തോഷത്തോടെയുള്ളൊരു നടത്തായിരിക്കും സീതാദേവി അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഭർത്താവില്ലാതെ വിരഹവേദന അനുഭവിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ ഊർമിളാദേവിയുടെ ദുഃഖം വളരെ വ്യക്തമായിട്ട് ആ ഒരു പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി. തികച്ചും വിമർശനാബുദ്ധിയോടു കൂടിയാണ് രാമായണത്തെ ഞാൻ നോക്കിക്കണ്ടിരുന്നത്. പിന്നീട് സ്വതന്ത്രമായ ഒരു നിരീക്ഷണത്തിലേക്ക് പോവുകയും ചെയ്തു. CDSൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ സീതാദേവിയും ഊർമിളാദേവിയൊക്കെ രൂപപ്പെടുന്നത് വാൽമീകി രാമായണത്തിലെ ഒരിടത്തും ശ്രീരാമചന്ദ്രനെന്നോ സീതാദേവിയെന്നോ ഊർമിളാദേവിയെന്നോ വിശേഷിപ്പിക്കുന്നേയില്ല. വാൽമീകിയുടെ കാലത്ത് നിന്ന് 16ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ്റെ കാലാവുമ്പോഴത്തേക്കും രാമൻ ദൈവമാവുന്നു, സീത ദേവിയാവുന്നു,
ഊർമിള ദേവിയാവും. രാമായണത്തിൻ്റെ ഒരു തർക്കം അതാണ്. അപ്പോഴേക്കും ദ്രാവിഡ ജനതയെ മുഴുവൻ തകർത്ത് ആര്യവംശം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ആര്യവംശത്തിൻ്റെ സ്ഥാപനത്തോടുകൂടി രാമൻ ദൈവമായി മാറുകയാണ്, സീത ദേവിയായി മാറുകയാണ്, ലക്ഷ്മണനും ദൈവമായി മാറുന്നതാണ്. ഒരുപക്ഷെ ആധ്യാത്മിക രാമായണത്തിൽ ഇന്നിവിടെ ഈ കർക്കിടക മാസം എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണത്തിൽ തന്നെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ശ്രീരാമചന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വാൽമീകി അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. പക്ഷേ വാൽമീകി നടത്തിയ പ്രയോഗം രാവണേശ്വരൻ, രാവണനെ ദൈവമായിട്ട് തന്നെ വാൽമീകി കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം രാവണനും വാൽമീകിയും ദ്രാവിഡരായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് അച്ചടി മഷി കൊടുത്തത് ഇപ്പോഴാണെങ്കിൽ കൂടിയും എനിക്ക് ഇവിടുന്ന് ഈ എഴുത്തത്തിൻ്റെ ഈ മണ്ണിൽ നിന്ന് പ്രകാശം ചെയ്യപ്പെടണം എന്നത് വല്ലാതെ ആഗ്രഹമായിരുന്നു. എൻ്റെ കവിതാ സമാഹാരം ആദ്യമായിട്ടാണ് കവർ ഇന്നിവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നെ ഒരു കവിത ഞാൻ പലപ്പോഴായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നത് നമ്മുടെ രാമദാസ് കതിരൂർ അദ്ദേഹമാണ്. അവരെ ഞാൻ ഈ ഒരു അവസരത്തിൽ അവരുടെ ആ ഒരു സാന്നിധ്യവും എനിക്കൊരു പിന്തുണയും ഇല്ല എങ്കിൽ ഇത്തരത്തിലൊരു പുസ്തകം പ്രകാശനം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ എല്ലാവിധ ക്രെഡിറ്റും അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയാണ്. നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ചെയ്ത സ്വാമി പ്രേമാനന്ദ അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ അവർക്കും മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.